ഡൽഹിയിലൊക്കെ നമ്മളൊക്കെ തന്നെ പലപ്പോഴും പോയിട്ടുള്ള പള്ളിയായിരുന്നു സുനരി ബാഗിലെ പള്ളി. ഡൽഹിയിലെ പല പള്ളികൾക്കും സ്വാതന്ത്ര്യപൂർവമായ ദീർഘകാലഘട്ടത്തെ ചരിത്രമുണ്ട്. ആ പള്ളിയൊക്കെ ഒരു സുപ്രഭാതത്തിൽ വന്നുകൊണ്ട് തീർത്തും നാമാവശേഷമാക്കുന്ന, അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട എല്ലാ സ്ട്രക്ചറും ഇല്ലാതാക്കുന്ന സ്ഥിതിയൊക്കെ നമ്മൾ കാണുകയുണ്ടായി. ഒരു എതിർപ്പ് ഉയർത്താൻ പോലും, ഒരു നോട്ടീസ് കൊടുക്കാൻ പോലും പള്ളി അധികാരികൾക്ക് ഏതെങ്കിലും അർത്ഥത്തിൽ സ്ട്രക്ചറിന് എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ, കയ്യേറ്റമാണെങ്കിൽ, ഏതെങ്കിലും സ്ഥലം പറയുന്നുണ്ടെങ്കിൽ അതിൽ മാറ്റമോ തിരുത്തലിനോ പോലും അവസരമില്ലാത്ത തരത്തിൽ വലിയ പോലീസ് ബന്ദോബസ്തിൽ നേരെ വന്ന് സ്ട്രക്ചർ പൊളിക്കുന്നതാണ് അവിടെയൊക്കെ കണ്ടത്. പല ദർഗകളിൽ, പല മക്കുപറകളോടൊക്കെ ചേർന്ന പള്ളികൾ, അവിടത്തേക്ക് പള്ളികളുടെ രീതി അങ്ങനെ ആയിരിക്കാം. അത് ഒക്കെ തന്നെയും പലതിനും ഇങ്ങനെ സംഭവിച്ചത് നമ്മൾ കണ്ടു. മാത്രവുമല്ല, അതിൽ ബുൾഡോസർ രാജിനെ കുറിച്ച് നമ്മൾ പറഞ്ഞാൽ അതിൽ വളരെ പ്രധാനപ്പെട്ട മൗലികാവകാശ ലംഘനങ്ങൾ മുഴച്ചു നിൽക്കുന്നുണ്ട്. ഒന്ന്, അത് ഒരു ടാർഗറ്റഡ് പണിഷ്മെന്റ് ആണ്. ഞങ്ങൾ ഇത്തരം ആളുകളെ ഈ രീതിയിൽ കൈകാര്യം ചെയ്യുമെന്നുള്ള ഭരണകൂടത്തിന്റെ ഒരു 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 പ്രഖ്യാപനമാണ് അതിലൂടെ വരുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാനുള്ള സാവകാശം പോലും ഇല്ലാത്ത തരത്തിൽ നിങ്ങൾ ഒരു ആയുഷ്കാലം ഒരാൾ ബുദ്ധിമുട്ടിയായിരിക്കും ഒരു വീടും അതിന്റെ സ്ഥലങ്ങളും നിർമ്മിച്ചിട്ടുണ്ടാവുക, കുടുംബത്തിന് അങ്ങനെ ഒരു ആവശ്യം നേടിയെടുത്തിട്ടുണ്ടാവുക. അതൊക്കെ ഒരു സുപ്രഭാതത്തിൽ ഇല്ലാതാക്കുമെന്നാണ് പറയുന്നത്. മറ്റൊന്ന് കളക്റ്റീവ് പണിഷ്മെന്റ് ആണ്. എന്ന് വെച്ചാൽ ആ വീട്ടിൽ താമസിക്കുന്ന ഏതെങ്കിലും ഒരാളോട് വൈരാഗ്യമുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരാളോടുള്ള പ്രശ്നം ഭരണകൂടം കാണുന്നുണ്ടെങ്കിൽ, ഒരു വീടെന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടേത് മാത്രമാവണമെന്നില്ല, ഒരാളുടെ അഡ്രസ്സാണ് ഒരു വീട് എന്ന് പറയുന്നത്, നമുക്കെല്ലാം അറിയാം. അത് ആ അർത്ഥത്തില് അങ്ങനെയാണ് വരുന്നത്. മൂന്നാമത്, ഫിയർ സ്പ്രെഡ് ചെയ്യുക എന്നുള്ളതാണ്. പലപ്പോഴും ഈ ബുൾഡോസർ രാജുകള് ലൈവായിട്ട് ടെലികാസ്റ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതിങ്ങനെ ആളുകൾ കാണുകയാണ്, വീണ്ടും വീണ്ടും സോഷ്യൽ മീഡിയകളിലൊക്കെ പ്രചരിപ്പിക്കപ്പെടുകയാണ്. നമ്മൾ ഈ ചരിത്രത്തിൽ പറയാറുണ്ട്, ജപ്പാൻ കീഴടങ്ങി കഴിഞ്ഞ്, അല്ലെങ്കിൽ ജപ്പാൻ ഇതിൽ നിന്ന് പിന്മാറിയ സമയം ബോധ്യപ്പെട്ടതിനും ശേഷമാണ് അവിടെ കൊണ്ടുപോയി ആറ്റം ബോംബ് വർഷിച്ചതെന്ന്. എന്ന് പറഞ്ഞാൽ ഫിയർ സ്പ്രെഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇതാണ് ഞങ്ങളുടെ നയം എന്ന് ഇത് കണ്ടു നിൽക്കുന്നവർക്കൊക്കെ കാണിച്ചു കൊടുക്കാനുള്ള ഒരു കാര്യം കൂടിയായിട്ട് ബുൾഡോസർ രാജിനെ കാണണം. ഞാൻ ആ ടേമിനെ മനസ്സിലാക്കുന്നത് ആ പ്രക്രിയയെ മാത്രമായിട്ടല്ല, നീണ്ട കാലത്തെ രാജ്യം കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു പൊളിറ്റിക്കൽ ക്ലൈമറ്റിന്റെ കൂടെ പേരായിട്ടാണ്. ആംനസ്റ്റി ഇന്റർനാഷണൽ പോലെ UN എക്സ്പേർട്സ് ഒക്കെ തന്നെയും അവരും ഒക്കെ ഇന്ത്യയിൽ നടക്കുന്ന ഈ ബുൾഡോസർ രാജ് ഹ്യൂമൻ റൈറ്റിന്റെ വയലേഷൻ ആണെന്ന് വളരെ വ്യക്തമാക്കി തന്നെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്.